ആഷിൻ ഡിയാഗോ കൂടിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആഷിൻ, ഇനി അറിയേണ്ടത് തിരുവനന്തപുരം മേയർ ആരാകും എന്നുള്ളതാണ്. അതിൽ വി രാജേഷിന്റെ പേര് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഒരു രാഷ്ട്രീയ അനുഭവ സമ്പത്ത്, മുൻകാലങ്ങളിൽ രാഷ്ട്രീയ സമരങ്ങളടക്കം നടത്തി പരിചയമുള്ള ആളുകൾ, അങ്ങനെ ആ രീതിയിലടക്കം വി രാജേഷിന്റെ പേര് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തന്നെയല്ലേ? ശ്രുതി, തീർച്ചയായും തലസ്ഥാനത്തെ BJPയുടെ ആദ്യ മേയർ അതാരായിരിക്കും എന്നുള്ള ചോദ്യത്തിൽ സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. രണ്ടു പേരുകളാണ് സജീവമായി തന്നെ കേൾക്കുന്നത്. ആദ്യം ഒന്ന് വി രാജേഷിൻ്റെതാണ്, മറ്റൊന്ന് ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ ശ്രീലേഖ IPSൻ്റെതാണ്. ഈ രണ്ടു പേരുകളാണ് ഇപ്പോൾ സജീവമായി പരിഗണിക്കുന്നത്. ഇതിൽ വി രാജേഷിന് തന്നെയാണ് സാധ്യത ഏറെ എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഈ മുഖ്യ പ്രതിപക്ഷമായിരുന്ന BJPയെ നയിച്ചിരുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള സമരമാണ് ഈ കോർപ്പറേഷനിൽ കണ്ടത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് സമയം അടുത്തപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള സമരവുമായി വി രാജേഷ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയാണ് ഒരു വിഭാഗം സജീവമായി തന്നെ പിന്തുണയ്ക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെയും അംഗീകാരം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ദേശീയ നേതൃത്വത്തിന്റെ അനുമതി കിട്ടിയാൽ മാത്രമേ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ കടക്കൂ എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡെപ്യൂട്ടി മേയർ സ്ഥാനം അത് വനിതാ സംവരണമാണ്. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനമായിരിക്കാം ഒരു പക്ഷേ ശ്രീലേഖ IPSന് നൽകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആദ്യം മേയർ എന്തായാലും വി രാജേഷ് തന്നെയാകും എന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. രണ്ടുപേരും ഏറ്റവും വലിയ ഒറ്റകക്ഷി, അതായത് 50 സീറ്റുകൾ നേടിയാണ്, 100-ൽ 50 സീറ്റുകൾ നേടിയാണ് ഇത്തവണ BJP ആദ്യമായി തന്നെ കേരളത്തിൽ ഒരു കോർപ്പറേഷൻ ഭരണത്തിന് ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും വി രാജേഷ് ആയിരിക്കും ഏറ്റവും മുന്നിൽ തന്നെ ഉണ്ടാവുക, മേയർ സ്ഥാനത്തിലേക്ക് വരിക അല്ലെങ്കിൽ മേയർ ആവുക എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ നാളുകളിലെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ജില്ലാ അധ്യക്ഷനായിരുന്നു, ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയാണ്, ഈ ഒരു പ്രവർത്തന പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെയാണ് മുൻതൂക്കം നൽകുന്നതും. അതേസമയം തന്നെ ശ്രീലേഖ IPS ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇപ്പോൾ വി രാജേഷിന് അനുകൂലമായ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അദ്ദേഹം തന്നെ ആകാനാണ് തിരുവനന്തപുരത്തിന്റെ മേയർ ആകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. വി രാജേഷാണ് തിരുവനന്തപുരത്തെ മേയർ ആവാൻ ഉയർന്നു കേൾക്കുന്ന പേര്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ കാര്യങ്ങൾ ആഷിൻ ഡിയാഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്.